ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ടപ്പുള്ള രാമനിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാംജിത്ത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് ആയിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ട്. അത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. ഇതിന്റെ ഇടയ്ക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നല്ല ലാഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ, ഞാൻ മാത്സിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സെക്ഷൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ SLC ഫേസ് ചെയ്യാൻ പോകണം. നമ്മുടെ അനിയന്മാർക്ക് അല്ലെങ്കിൽ അനിയത്തിമാർക്ക് വേണ്ടി മാത്സിനെ ഫേസ് ചെയ്യാനുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് ഇടുന്നതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കൂടുതൽ സംസാരിച്ച് ബോറാക്കുന്നില്ല, സമയം കളയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ സർക്കിൾ വിത്ത് സെന്റർ 3, 4 പാസസ് ത്രൂ ഒറിജിൻ. പടം ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഒരു സർക്കിൾ, അതിന്റെ സെന്ററിലെ കോർഡിനേറ്റ് 3, 4 ആണ് തന്നിട്ടുണ്ട്. അത് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടത്തെ പോയിന്റ് 0, 0. ഓക്കെ, എ സർക്കിൾ വിത്ത് സെന്റർ 3, 4 പാസസ് ത്രൂ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് സർക്കിൾ? ഈ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ 0, 0 എന്ന് പറഞ്ഞ പോയിന്റ് നിന്ന് 3, 4 എന്ന് പറഞ്ഞ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ? ഈ ഡിസ്റ്റൻസിലെ റേഡിയസ്, ഇതല്ലേ റേഡിയസ്, ഇതാണ് റേഡിയസ്. അപ്പൊ ഒരു നോർമൽ കണ്ടീഷനിലാണെങ്കിൽ ഇപ്പൊ 2 പോയിന്റ് നമ്മൾ തന്നിട്ടുണ്ട്. x1 y1 എന്ന് പറഞ്ഞൊരു പോയിന്റും ഉണ്ട്, x2 y2 എന്ന് പറഞ്ഞ പോയിന്റും ഉണ്ട്. അപ്പോൾ ഒരു നോർമൽ കണ്ടീഷനാണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഇതിന്റെ റൂട്ട് മൊത്തത്തിൽ റൂട്ടുണ്ട്, ഇത് മൊത്തത്തിലാണ്. ഇതെങ്ങനെ? x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഒരു നോർമൽ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു നോർമൽ കണ്ടീഷനിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഇത്. പക്ഷെ ഇവിടെ ഈ 3, 4 എന്ന് പറയുന്നത് x1 ഉം y1 ഉം ആണെങ്കിൽ 0, 0 എന്ന് പറയുന്നത് x2 ഉം y2 ആണ്. എടുത്തോ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ x1 മൈനസ്, ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെ മാറും? x1 മൈനസ് x2 എന്ന് പറയുന്നത് 0, 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 എന്ന് പറഞ്ഞാൽ 0 അല്ലേ? 0 ദ ഹോൾ സ്ക്വയർ. ഇപ്പൊ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, ഈക്വൽ ടു x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെ മാറി. ഓക്കെ, ഇനി നമുക്ക് റേഡിയസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റേഡിയസ് ഈസ് ഈക്വൽ ടു x1 എത്ര? 3 സ്ക്വയർ പ്ലസ് y1 എത്ര? 4 സ്ക്വയർ. ഓക്കെ, 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ, 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. therefore ഈക്വൽ ടു റൂട്ട് 25 എന്ന് കിട്ടും. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ്സ്. ഓക്കെ, ഈ യൂണിറ്റ്സ് എന്ന് എടുത്തത് ഏതാ, സെന്റിമീറ്റർ ആണോ മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് യൂണിറ്റ്സ് ആയിട്ട് എടുത്തത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് എ പോയിന്റ് ഉള്ള സർക്കിൾ ഈസ് XY, അതായത് XY എന്ന് പറഞ്ഞ പോയിന്റ് സർക്കിളിലുണ്ട്. സർക്കിളിലുള്ള ഒരു പോയിന്റ് ആണ് XY. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ x, y. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ XY എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട്. സർക്കിളിലുള്ള പോയിന്റ് ആണ് XY. അപ്പൊ ഈ XY എന്ന പോയിന്റുമായിട്ടുള്ള ആ സർക്കിളിന്റെ ഇക്വേഷനിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. XY എന്ന പോയിന്റ് ഉള്ളപ്പോൾ. അപ്പോൾ ഒരു നോർമൽ സർക്കിളിന്റെ കേസിലാണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x മൈനസ് h ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. ഇതൊരു സർക്കിളിന്റെ ഇക്വേഷനാണ്. ഒരു സർക്കിളിന്റെ ഇക്വേഷനാണ് ഇത് കാണാൻ പഠിക്കണേ. ഒരു സർക്കിളിന്റെ ഇക്വേഷനാണ് ഇത്. x മൈനസ് h ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. ഇവിടെ h എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, k എന്ന് പറഞ്ഞുണ്ട്, r എന്ന് പറഞ്ഞുണ്ട്. അപ്പം h എന്ന് പറയുന്നത്, അപ്പം h, k എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റാണ്. h, k എന്ന് പറഞ്ഞ ഒരു കോർഡിനേറ്റ് ആണ്. ഈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആ സർക്കിളിന്റെ സെന്റർ ആയിരിക്കും. h, k എന്ന് പറയുന്നത് സെന്റർ ഓഫ് സർക്കിൾ ആയിരിക്കും. ഓക്കെ, അതായത് ഈ സെന്റർ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് h, k. അപ്പൊ നമുക്ക് സെന്റർ ഇവിടെ തന്നിട്ടുണ്ട് ഡയറക്റ്റ്. അപ്പൊ ഇവിടെ h ന്റെ വാല്യൂ എത്ര? 3. h ഈസ് ഈക്വൽ ടു 3, k ഈക്വൽ ടു 4. റേഡിയസ് r ഇതാണ്. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ച് 5 യൂണിറ്റ്സ്. റേഡിയസ് r ഈക്വൽ ടു 5 യൂണിറ്റ്സ്. ഓക്കെ, ഈ x, y എന്ന് പറയുന്നത് സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആണ്. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് XY. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് പോയിന്റ് ആയിട്ട് എടുക്കേണ്ടത് തന്നെ XY ആണ്.
എക്സ് വൈയെ തന്നെ ഇവിടെ പോയിന്റായിട്ട് എടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് വേറെ പോയിന്റ് അല്ല വന്നിരിക്കുന്നത് എക്സ് വൈ തന്നെ. അതുകൊണ്ട് ഈ എക്സും വൈയും ഇവിടെ നിന്ന് മാറ്റണ്ട. ഈ എച്ചിനും കെയ്ക്കും ആറിന്റെയും വാല്യൂ കൊടുത്താൽ മതി. അതായത് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ. ഓക്കെ, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരു ഇക്വേഷൻ കിട്ടും. അതാണ് ഫൈനൽ ആൻസർ. ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോം ആണ്. എ സ്ക്വയർ മൈനസ് 2ab ഓക്കെ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2a ബി ആയി പോയി ഇവിടെ ഇതേ കുഴപ്പമില്ല. ഇത് എ ഇത് ബി. ഓക്കെ, ബി പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 2 into 3 മൈനസ് 6x പ്ലസ് 3 സ്ക്വയർ 9 പ്ലസ് y സ്ക്വയർ മൈനസ് 2 into പ്ലസ് 4 മൈനസ് 8y പ്ലസ് 4 സ്ക്വയർ 16 is equal to 25. y സ്ക്വയർ 25. അതായത് ഇവിടെ കിട്ടി എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8y ഇനി 9 പ്ലസ് 16 പ്ലസ് 25 ഈക്വൽ ടു 25. ഇവിടെ 25 ക്യാൻസൽ ആയി. അതായത് ഇക്വേഷൻ കിട്ടി എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8y ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇഫ് എ പോയിന്റ് ഓൺ സർക്കിൾ എക്സ് വൈ, ഒരു സർക്കിളിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആണ്. അതായത് റിലേഷൻ ബിറ്റ്വീൻ എക്സ് വൈ. അപ്പോൾ എക്സും വൈ ആയിട്ടുള്ള റിലേഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ കാണാൻ പഠിക്കണം. എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ആർ സ്ക്വയർ. ഇവിടെ എച്ച് കോമ കെ എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദ സർക്കിളിന്റെ കോർഡിനേറ്റ് ആണ്. സെന്റർ ഓഫ് സർക്കിൾ കോർഡിനേറ്റ് ആണ്. ഓക്കെ, സെന്റർ ഓഫ് സർക്കിളിന്റെ കോർഡിനേറ്റ് ആണ്. അപ്പൊ എച്ച് എന്ന് പറഞ്ഞാൽ 3, വൈ കെ എന്ന് പറഞ്ഞാൽ 4, ഇത് 6 എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഓക്കെ, ഇത് 5 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത് തേർഡ് ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ ദ പോയിന്റ് -2, 1 ലൈസ് ഓൺ ദി സർക്കിൾ. അതായത് സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് -2, 1 എന്ന് പറഞ്ഞ പോയിന്റ് ഈ സർക്കിൾ ഉണ്ടോ ഇല്ലയെന്നാണ് തെളിയിക്കുക. അപ്പൊ ഈ സർക്കിളിന്റെ ഒരു കോമൺ ഫോം അല്ലേ ഇത്. അപ്പം ഈ -2 എന്ന് പറയുന്ന സാധനം എക്സ് അല്ലേ, 1 എന്ന സാധനം വൈ അല്ലേ. അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്ത് -2ഉം വൈയുടെ സ്ഥാനത്ത് 1ഉം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് LHS ഈസ് ഈക്വൽ ടു RHS എന്ന് കിട്ടുന്നതാണെന്ന് തെളിയിച്ചാൽ പോരെ. ഇവിടുത്തെ LHS എന്തുവാ? LHS ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8y. ഇതാണ് ഇവിടുത്തെ LHS. എന്നിട്ട് അവിടുത്തെ RHS എന്തുവായിരുന്നു? RHS ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇന്നത്തെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് ഈക്വൽ ടു -2ഉം വൈ ഈക്വൽ ടു 1ഉം കൊടുക്കുമ്പോഴത്തേക്ക് RHS 0 കിട്ടുക നോക്കണം. 0 കിട്ടുന്നെങ്കിൽ ഈ പോയിന്റ് സർക്കിളിലുള്ളതാണ്. 0 കിട്ടത്തില്ലെങ്കിൽ ഈ പോയിന്റ് സർക്കിളിൽ ഇല്ലാത്തതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം എക്സ് സ്ക്വയർ മൈനസ് 6x. അതായത് ഇത് നിന്ന് LHS ആണ്. LHS ഈസ് ഈക്വൽ ടു LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, RHS എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു ഇപ്പുറത്തും അപ്പുറത്തും. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ -2 അല്ലേ, -2 ദ ഹോൾ സ്ക്വയർ മൈനസ് 6 ഇൻറ്റു -2. ഓക്കെ, പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 1 അല്ലേ, 1 സ്ക്വയർ മൈനസ് 8 ഇൻറ്റു 1 ഈക്വൽ ടു -2 ഹോൾ സ്ക്വയർ 4. ഓക്കെ, മൈനസ് 6 ഇൻറ്റു -2 പ്ലസ് 12. ഓക്കെ, പ്ലസ് 1 സ്ക്വയർ 1 -2 ഇൻറ്റു 1 -8. ഓക്കെ, ഇത് എത്ര കിട്ടി? 16 പ്ലസ് 1 17. 17 മൈനസ് 8 11 ആയ. ഇത് നോട്ട് ഈക്വൽ ടു 0 തന്നെ. നമ്മുടെ RHS 0 അല്ലേ. അപ്പം RHS ഈക്വൽ ആണോ? അല്ല. therefore എന്തുവാണ് ക്വസ്റ്റ്യൻ? എന്തുവായിരുന്നു? ചെക്ക് വെദർ ദ പോയിന്റ് -2, 1 ലൈ ഓൺ ദി സർക്കിൾ. സർക്കിൾ ലൈ ചെയ്യോ? സോറി, സർക്കിളിൽ ലൈ ചെയ്യോ? ഇല്ല. അതായത് therefore പോയിന്റ് -2, 1 cannot lie on the circle. ഓക്കെ, അപ്പോൾ കണ്ടിട്ട് വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ദ പിക്ചർ ഷോസ് ദ ഷേപ്പ് ഓഫ് ദ ബോയിലർ. ദ പിക്ചർ ഷോസ് ദ ഷേപ്പ് ഓഫ് എ ബോയിലർ. ഇത് ഈ പിക്ചറിൽ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു ബോയിലറിന്റെ ഷേപ്പാണ്. ഓക്കെ, ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ബോയിലർ ഈസ് 12 meters. അതായത് ഈ ബോയിലറിന്റെ ടോട്ടൽ ഹൈറ്റ്, അതായത് ഇവിടെ ഈ ടിപ്പിന്റെ ഈ ഭാഗമില്ലേ, ഈ ടിപ്പ് തൊട്ട് ഇവിടം വരെയുള്ള ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര?
12 meters ആണ് അത് തന്നിട്ടുണ്ട് ടോട്ടൽ ഹൈറ്റ്. അതായത് ഈ ബോയിലർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നടുക്കുള്ള ഇത്രയും ഭാഗം മാത്രം കൂട്ടുകയാണെങ്കിൽ അതൊരു സിലിണ്ടർ അല്ലേ. ഇത്രയും ഭാഗം മാത്രം സിലിണ്ടർ. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഹെമിസ്ഫിയർ, മൊത്തത്തിൽ ഒരു സ്ഫിയർ ഇല്ല, അതിൻ്റെ പാതി മാത്രമേ ഉള്ളൂ, അവൻ്റെ ഹെമിസ്ഫിയർ, മുകളിലൊരു കോണ്. ഓക്കെ, ഒരു ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 12 meters ആണ്. ആൻഡ് ദ ഡയമീറ്റർ ഈസ് 6 meters. ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ ലെങ്ത് എന്ന് പറയുന്നത് 6 meters ആണ്. ഈ ലെങ്ത് ഇവിടെ നിന്നിട്ട് ഇവിടം വരെ ഉള്ളതെന്ന് പറയുന്നത് 6 meters ആണ്. ഓക്കെ, ഇവിടെ നിന്നിട്ട് ഇവിടം വരെ ഇത്ര ഡയമീറ്റർ 6 meters ആണ്. ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ പാർട്ട് ഈസ് 6 meters. അതായത് ഈ സിലിണ്ടർ പാർട്ടിന്റെ ഹൈറ്റും ഈ ഇവിടെ നിന്നിട്ട് ഇവിടം വരെ ഈ ഭാഗം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഹൈറ്റും 6 meters ആണ്. 6 meter. ഓക്കെ, അതായത് ടോട്ടൽ ഹൈറ്റ് 12 meters, ഡയമീറ്റർ 6 meter, ഈ സിലിണ്ടറിന്റെ മാത്രം ഹൈറ്റ് 6 meter. ഓക്കെ, സിലിണ്ടർ 6 meters. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ? അതായത് ഇത്രയും മാത്രമുള്ള ഭാഗത്തെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതല്ലേ കോൺ ഐസ്ക്രീമിന്റെ ആ ഒരു ഷേപ്പ്, അടിയിൽ സർക്കിളും മുകളിലൊരു ഇങ്ങനെ ഒരു കോൺ ഷേപ്പ്. അപ്പം ഈ കോൺ ഷേപ്പിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമുക്ക് ടോട്ടൽ ഹൈറ്റും ഉണ്ട്, ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റും ഉണ്ട്. ഇത് കണ്ടുപിടിച്ചൂടെ സിമ്പിൾ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, പടം എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എത്ര? ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 12 meters ആണ്. 12 meters ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 12 meters ആണ്. ഇനി നമുക്ക് അടുത്ത സിലിണ്ടറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര? 6 meter ആണ്. ടോട്ടൽ ഹൈറ്റ് 12 meter തന്നിട്ടുണ്ട്, സിലിണ്ടറിന്റെ ഹൈറ്റ് 6 meter തന്നിട്ടുണ്ട്. ഈ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 6 meter ആണ്. അപ്പോൾ ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് 6 meter ആണ്. അപ്പോൾ നമ്മളെ ഇവിടുത്തെ ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 meters. ഇവിടെ തൊട്ട് ഇവിടം വരെ 3 meter ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ തൊട്ട് ഇവിടം വരെ എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ഈ ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് എത്ര? 3 അല്ലേ? ഹൈറ്റ് ഓഫ് ഹെമിസ്ഫിയർ ഈക്വൽ ടു 3 meter. ഓക്കെ, ഹൈറ്റ് ഓഫ് ഹെമിസ്ഫിയർ. ഈ ഹൈറ്റ് ഓഫ് ഹെമിസ്ഫിയർ എന്നാൽ അതിന്റെ റേഡിയസും, ഹൈറ്റ് ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ 3 meter. അതായത് നമുക്കിപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ 6 കിട്ടി, ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയും കിട്ടി? 3 കിട്ടി. ടോട്ടൽ ഹൈറ്റും ഉണ്ട് 12. അപ്പം ഈ ടോട്ടൽ ഹൈറ്റ് നിന്ന് ഇതേ പ്ലസ് ഇത് കുറച്ചാൽ പോരെ. അപ്പം ഹൈറ്റ് ഓഫ് കോൺ ഈക്വൽ ടു ടോട്ടൽ ഹൈറ്റ് എത്ര? 12 മൈനസ് ഈ ടോട്ടൽ ഹൈറ്റ് നിന്ന് ഈ ഹൈറ്റ് പ്ലസ് ഈ ഹൈറ്റ്, അതായത് 6+3. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, ബ്രാക്കറ്റിലേക്ക് തെറ്റും, കാരണം ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട്. ഈക്വൽ ടു 12 മൈനസ് 6 + 3 9 ഈക്വൽ ടു 3 meters. ഓക്കെ, അപ്പം ഹൈറ്റ് ഓഫ് ദ കോൺ കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലിറ്റേഴ്സ് ക്യാൻ ദ ബോയിലർ ഹോൾഡ്? അതായത് ഈ ബോയിലർ മൊത്തത്തിൽ എത്ര ലിറ്റർ അതിനകത്ത് വെള്ളം അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ്, എത്ര ലിറ്റർ ഫ്ലൂയിഡ് കൊള്ളും എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളം ഉദ്ദേശിച്ചു. അപ്പോൾ എത്ര ലിറ്റർ വെള്ളം ഇതിനകത്ത് കൊള്ളും എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്തുള്ള വോളിയം അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ഈ കോണിന്റെ വോളിയം പ്ലസ് സിലിണ്ടറിന്റെ വോളിയം പ്ലസ് ഹെമിസ്ഫിയറിന്റെ വോളിയം അല്ലേ? കോണിന്റെ വോളിയം പ്ലസ് സിലിണ്ടറിന്റെ വോളിയം പ്ലസ് ഹെമിസ്ഫിയറിന്റെ വോളിയമാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ വലിയ ടഫുള്ള ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഈ 3 ഇക്വേഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇതെടുത്ത് ചെയ്യാൻ നിന്നത്. അപ്പോൾ ഇക്വേഷൻ ആരും മറക്കരുത്, ഇക്വേഷൻ എല്ലാം പഠിച്ചോണേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോണിന്റെ വോളിയം കണ്ടുപിടിക്കാം. ബി ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ ആയിരുന്നു. വോളിയം ഓഫ് കോൺ ഈക്വൽ ടു 1/3 പൈ r²h. ഇവിടെ r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് തന്നിട്ടുണ്ട്, ഡയമീറ്റർ വന്നിട്ടുണ്ട് 6 ആണെന്ന്. അപ്പോൾ റേഡിയസ് r = 3 ആണ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച്, ഹൈറ്റും 3 ആണ്. ഇവിടെ നിന്ന് വോളിയം കണ്ടുപിടിക്കുക. therefore വോളിയം ഓഫ് കോൺ ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു r എത്ര? 3² ഇൻറ്റു 3. ഓക്കെ, 1/3 ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ആ 3ഉം ക്യാൻസൽ. 3² എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു പൈ 9 പൈ. വോളിയം എന്ന് പറയുമ്പോൾ മീറ്റർ ക്യൂബ്. ഓക്കെ അല്ലേ? മീറ്റർ ഇട്ടത്, ബാക്കി വാല്യൂസ് എല്ലാവരും മീറ്ററിലാണ് തന്നിരിക്കുന്നത്, ഹൈറ്റും എല്ലാം മീറ്ററില്ല. ഓക്കെ, ഇനി അടുത്ത വോളിയം ഓഫ് ദ സിലിണ്ടർ കണ്ടുപിടിക്കാം. വോളിയം
ഓഫ് സിലിണ്ടർ. വോളിയം ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുന്നത് 1/3 ഇല്ല. ഈ കോണിന്റെ വോളിയത്തിൽ നിന്ന് ഈ 1/3 അങ്ങ് എടുത്ത് കളഞ്ഞാൽ ഇത്രയും ഭാഗമാണ് സിലിണ്ടറിന്റെ വോളിയം. അതായത് πr² ആണ് സിലിണ്ടർ വോളിയം. πr² ഈക്വൽ ടു പൈ ഇൻറ്റു റേഡിയസ് എത്ര 3 അല്ലേ, 3 ഇൻറ്റു 3² ഇൻറ്റു ഹൈറ്റ് h എത്ര, ഹൈറ്റ് 6 ഓക്കെ അല്ലേ, ഈക്വൽ ടു പൈ ഇൻറ്റു 3² എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 6 ഓക്കെ. പൈ അപ്പം 9 ഇൻറ്റു 6 എത്ര 54 അല്ലേ, 54 പൈ മീറ്റർ ക്യൂബ്. അത് ഓക്കെ അല്ലേ. ഇനി അടുത്ത വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ എന്ന് വിളിക്കണം. വോളിയം ഓഫ് ഹെമിസ്ഫിയർ. വോളിയം ഓഫ് ഹെമിസ്ഫിയർ സ്ഫിയറിന്റെ വോളിയം ആയിരുന്നെങ്കിൽ നമുക്ക് 4/3 πr³ ആണ് സ്ഫിയറിന്റെ വോളിയം. വോളിയം ഓഫ് ഹെമിസ്ഫിയർ വരുമ്പോഴത്തേക്ക് അത് 2/3 πr³ ആവും. ഓക്കെ, സ്ഫിയറിന്റെ ആയിരുന്നെങ്കിൽ 4/3 πr³ ആണ്. സ്ഫിയറിന്റെ ആയിരുന്നെങ്കിൽ 4/3 πr³ ആയിരുന്നു. ഹെമിസ്ഫിയറിന്റെ ആകുമ്പോൾ 2/3 πr³. ഓക്കെ, ഈക്വൽ ടു 2/3 പൈ ഇൻറ്റു 3 റേഡിയസ് എത്ര 3 അല്ലേ, 3³ ഈക്വൽ ടു നമുക്കുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 2/3 ഇൻറ്റു പൈ ഇൻറ്റു 3³ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3. കാരണം ഈ 3/3 എടുക്കാൻ പാടുള്ളവർ ഇങ്ങനെ ചെയ്താലും മതി, 3 ഇൻറ്റു 3 ഇൻറ്റു 3. പക്ഷേ എല്ലായ്പ്പോഴും ഇങ്ങനെ വരണമെന്ന് നിർബന്ധം ഇല്ല. ഈ ഒരു കേസിലാണെങ്കിൽ ഈ ഒരു 3 കൂടെ വെട്ടിക്കളയാം. 3² എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3² ആണ്. 3² എന്ന് പറയുമ്പോൾ 9 ആണ്. 9 ഇൻറ്റു 2 എന്ന് പറയുന്നത് 18 ആണ്. 18 പൈ മീറ്റർ ക്യൂബ് എന്ന് വരും. ഓക്കെ, ഇനി ടോട്ടൽ വോളിയം. വോളിയം ഓഫ് ദ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഹൗ മെനി ലിറ്റേഴ്സ് ക്യാൻ ദ ബോയിലർ ഹോൾഡ്. അപ്പം ടോട്ടൽ വോളിയം ഈക്വൽ ടു 9 പൈ പ്ലസ് 54 പൈ പ്ലസ് 18 പൈ തന്നെ. 9 പൈ പ്ലസ് 54 പൈ പ്ലസ് 18 പൈ. 9 പ്ലസ് 54 63. 63 പ്ലസ് 80 63 പ്ലസ് 80 71. 71 പ്ലസ് 10 81. 81 പൈ മീറ്റർ ക്യൂബ്. ഓക്കെ, ഈ 81 പൈ മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 81 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ഈക്വൽ ടു 254.34 മീറ്റർ ക്യൂബ് ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ടോട്ടൽ വോളിയം 254.34 മീറ്റർ ക്യൂബ് ആണ് കിട്ടി. നമുക്ക് പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഹൗ മെനി ലിറ്റേഴ്സ് ക്യാൻ ദ ബോയിലർ ഹോൾഡ് എന്ന് പറഞ്ഞാൽ വോളിയം ഇല്ലേ. എന്നിട്ട് പറഞ്ഞിട്ട് 1 മീറ്റർ ക്യൂബ് ഈസിക്കൽ ടു 1000 ലിറ്റർ. ലിറ്ററിലാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 1 മീറ്റർ ക്യൂബിനെ 1000 ലിറ്റർ ആയിട്ട് എടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ എത്ര മീറ്റർ ക്യൂബ് ഉണ്ട്, 254.34 മീറ്റർ ക്യൂബ് ഉണ്ട്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഒരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Therefore total liters equal to 254.34 into 1000 equal to 254 3 അങ്ങോട്ട് പോകും 340 ലിറ്റേഴ്സ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാണ് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. അപ്പോൾ അവിടെ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ് സംഭവം. എ ബോയ് സോ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അണ്ടർ കൺസ്ട്രക്ഷൻ അറ്റ് ആൻ എലവേഷൻ ഓഫ് 30 ഡിഗ്രി. ഇത് കൂടെ വരച്ചു പോയാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് വരച്ച് ചെയ്ത് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഡ്രോ എ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദ ഗിവൻ ഡീറ്റെയിൽസ്. ഈ ഗിവൻ ഡീറ്റെയിൽസ് അനുസരിച്ച് റഫ് ഫിഗർ വരയ്ക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ വിശദീകരിക്കാം. ഓക്കെ, എ ബോയ് സോ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അണ്ടർ കൺസ്ട്രക്ഷൻ അറ്റ് ആൻ എലവേഷൻ ഓഫ് 30 ഡിഗ്രി. ഇപ്പം നമുക്ക് ഒരു ബോയ് ഇവിടെ നിൽക്കുകയെന്ന് വെച്ചോ. ഈ പോയിന്റിന് നമുക്ക് എ എന്ന് കൊടുക്കാം. ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ബോയ് നിൽക്കുക. എ എന്നൊരു കുറച്ച് ഡിസ്റ്റൻസ് അകലെ, ഇത് ഏതാണ് എ പോയിന്റ്, എ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസ് അകലെ നമുക്ക് ഈ പോയിന്റിൽ ബി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഒരു ബിൽഡിംഗ് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ബി. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എ ബോയ് സോ ദ ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഇതാണ് അണ്ടർ കൺസ്ട്രക്ഷൻ, അതായത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. എ ബോയ് സോ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അണ്ടർ കൺസ്ട്രക്ഷൻ അറ്റ് ആൻ എലവേഷൻ ഓഫ് 30 ഡിഗ്രി. അതായത് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പ് കാണുന്ന ഒരു എലവേഷൻ ആണ് 30 ഡിഗ്രി. അതായത് ഇവിടുത്തെ ഈ ആംഗിളാണ് 30 ഡിഗ്രി. ബോയ് ഇവിടെ നിൽക്കുകയാണ്, ഇവിടെ നിന്നോണ്ട് മുകളിലോട്ട് നോക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു കണ്ണ് വരയ്ക്കുകയാണെങ്കിൽ
ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇത്രയും ആംഗിൾ പൊങ്ങിയ അവന് കാണാൻ പറ്റും. ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ടോപ്പ് അവിടെ കാണുന്ന ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് 30 ഡിഗ്രി. ബാക്കി ദ കംപ്ലീറ്റഡ് ബിൽഡിംഗ് വാസ് 12 മീറ്റർ ഹയർ. ബിൽഡിംഗ് കംപ്ലീറ്റ് ആയി, ഇത്രയും വെച്ച് ബിൽഡിംഗ് കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റഡ് ബിൽഡിംഗ് വാസ് 12 മീറ്റർ ഹയർ. 12 മീറ്റർ ഹയർ എന്ന് പറഞ്ഞാൽ പഴയതിനേക്കാളും 12 മീറ്റർ ഹയർ, 12 മീറ്റർ ഹൈറ്റ് കൂടുതലാണെന്നാണ് അതിൻ്റെ അർത്ഥം, അതല്ലാതെ ടോട്ടൽ ഹൈറ്റ് അല്ല. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് 12 മീറ്റർ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പേര് സി കൊടുക്കാം. ഓക്കെ, 12 മീറ്റർ ഹയർ ആൻഡ് ദ ബോയ് സോ ഇറ്റ്സ് ടോപ്പ് അറ്റ് ആൻ ആംഗിൾ അറ്റ് ആൻ എലവേഷൻ ഓഫ് 60 ഡിഗ്രി ഫ്രം ദ സെയിം സ്പോട്ട്. അപ്പോൾ ആ സെയിം സ്പോട്ടിൽ എന്ന് പറഞ്ഞ സെയിം സ്പോട്ടിൽ നിന്ന് ഇപ്പം ഈ പണി ഫുള്ളും കഴിച്ച ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് കാണുന്ന ആംഗിൾ ഓഫ് എലവേഷൻ ആണ് 60 ഡിഗ്രി. വരയ്ക്കുന്നതിലൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ വരും, അത് ക്ഷമിക്കുക. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് കിട്ടിയ ആംഗിൾ എത്ര? ഇവിടുത്തെ ആംഗിൾ ഓഫ് എലവേഷൻ ആണ് 60 ഡിഗ്രി. ഓക്കെ, അത്ര ഓക്കെ ആയില്ലേ? ഇവിടുത്തെ ആംഗിൾ ഓഫ് എലവേഷൻ ആണ് 60 ഡിഗ്രി. ആംഗിൾ ഓഫ് എലവേഷൻ ആണ് 60 ഡിഗ്രി. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രോ എ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദ ഗിവൻ ഡീറ്റെയിൽസ്. ഈ പടം അങ്ങ് വരച്ചാൽ മതി. ഇതാണ് അവിടുത്തെ റഫ് ഫിഗർ. വേണമെങ്കിൽ ഇവിടെ പേര് കൊടുക്കാം ഡി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റഫ് ഫിഗർ. ഈ പടം വരയ്ക്കുന്നത് ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റഫ് ഫിഗർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിന്റെ ടോട്ടൽ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ബി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സി ബി എന്ന ഡിസ്റ്റൻസ് ഇല്ലേ, ലെറ്റ് സി ബി ഈക്വൽ ടു എക്സ്. സി ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിനെ നമുക്ക് എക്സ് മീറ്റർ ആയിട്ട് എടുക്കാം. സി ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിനെ എക്സ് മീറ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഹൈറ്റ് ഡി ബി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 12 അല്ലേ? ഇനി നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ, അപ്പം ടോട്ടൽ ഹൈറ്റ് കിട്ടത്തില്ലേ? അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇത് 90 ഡിഗ്രി അല്ലേ ആംഗിൾ, ബിൽഡിംഗ് അല്ലേ, 90 ഡിഗ്രി ആയിട്ടല്ലേ വയ്ക്കും. അപ്പം നമ്മൾ ഇത് ഗ്രൗണ്ടാണ്, ഇവിടെ ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ഡി ബി എടുക്കും. സോറി, എ ബി ഡി എടുക്കും. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ എന്തായാലും അവിടെ ഈ തൊട്ട് കാണിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും പറയുന്നത്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ എ ബി ഡി എടുത്ത് റൈറ്റ് ട്രയാങ്കിൾ എ ഫ്രം റൈറ്റ് ട്രയാങ്കിൾ എ ബി ഡി റൈറ്റ് ട്രയാങ്കിൾ എ ബി ഡി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എന്തെടുക്കാം? നമുക്ക് ഇവിടെ ടാൻ 30 അല്ല, സോറി, എ ബി ഡി എടുക്കണം. എ ബി ഡി എടുക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആംഗിൾ ഓഫ് എലവേഷൻ 60 ഡിഗ്രി ആണ്. ടാൻ 60 എടുക്കാം. ടാൻ 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ബി ഡി ഡിവൈഡഡ് ബൈ എ ബി. ഓക്കെ അല്ലേ? ടാൻ 60 ഈസ് ഈക്വൽ ടു ബി ഡി ഡിവൈഡഡ് ബൈ എ ബി. അപ്പോൾ ടാൻ 60യുടെ കാര്യം കണ്ടുപിടിക്കാം. ടാൻ 60 ഈസ് ഈക്വൽ ടു സൈൻ 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ കോസ് 60 ഡിഗ്രി അല്ലേ? സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 തന്നെ ഡിവൈഡഡ് ബൈ കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2. 2 ക്യാൻസൽ ഈക്വൽ ടു √3. ഓക്കെ, അപ്പോൾ ടാൻ 60 ഈസ് ഈക്വൽ ടു √3. ഇനി ബാക്കി ടാൻ 60 ഈസ് ഈക്വൽ ടു ബി ഡി ഡിവൈഡഡ് ബൈ എ ബി കിട്ടിയില്ല എന്നാ. അപ്പം ടാൻ 60 ഡിഗ്രി ഈക്വൽ ടു ബി ഡി എന്ന് പറഞ്ഞാൽ ബി ഡി എക്സ് പ്ലസ് 12 ആണ് ബി ഡി. എക്സ് പ്ലസ് 12 ഡിവൈഡ് ബൈ എ ബി. എ ബിനെ നമുക്ക് എ ബി തന്നെ ഇടാം. എ ബി തന്നെ ഇട്ടേക്കാം, കാരണം എ ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ലല്ലേ, എ ബി തന്നെ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ടാൻ 60 എത്ര? √3 നമുക്ക് കിട്ടി. √3 ഈക്വൽ ടു എക്സ് പ്ലസ് 12 ഡിവൈഡ് ബൈ എ ബി എന്ന് കിട്ടാം. എ ബിനെ അങ്ങോട്ട് ക്രോസ് ചെയ്യാം, √3നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. ഓക്കെ, അപ്പം എ ബി ഈക്വൽ ടു എക്സ് പ്ലസ് 12 ഡിവൈഡ് ബൈ √3. അപ്പോൾ ഈ എ ബി എന്ന് പറഞ്ഞ ലെങ്ത്തിന് ഒരു ഇക്വേഷൻ കിട്ടി, എക്സ് പ്ലസ് 12 ഡിവൈഡ് ബൈ √3. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ എടുക്കും. റൈറ്റ് ട്രയാങ്കിൾ എ ബി സി എടുക്കും. ഫ്രം റൈറ്റ് ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ എ ബി സി എടുക്കുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ടാൻ 30 എടുക്കാം. ടാൻ 30 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബി സി ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ബി എ അല്ലേ? ബി സി ഡിവൈഡ് ബൈ ബി എ. ഓക്കെ അല്ലേ?
ടാൻ 30 എത്ര? ടാൻ 30 കണ്ടുപിടിക്കാൻ ടാൻ 30 ഡിഗ്രി ഈക്വൽ ടു സൈൻ 30 ഡിഗ്രി ഡിവൈഡ് ബൈ കോസ് 30 ഡിഗ്രി. സൈൻ 30 എത്ര? 1/2 ഡിവൈഡ് ബൈ കോസ് 30 എത്ര? √3/2. 2 ക്യാൻസൽ, കാരണം 2 ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ക്യാൻസൽ ആയത്. 2 ക്യാൻസൽ. ഫൈനൽ ആൻസർ 1/√3 എന്ന് കിട്ടും. തന്നെ ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. ഇവിടെ ടാൻ 30 ഈസിക്കൽ BC/BA അല്ലായിരുന്ന, അപ്പോൾ ടാൻ 30ക്ക് വരെ 1/3 കൊടുക്കുക. 1/√3 ഈക്വൽ ടു BC എത്ര? BC എന്ന് പറഞ്ഞാൽ X ആണ്. X ഡിവൈഡ് ബൈ BA. അതേപോലെ എഴുതാം. BA AB എഴുതാം. നേരത്തെ AB എഴുതിയോണ്ട് ഇവിടെ AB എഴുതുക കേട്ടോ. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. BA എന്ന് വേണമെങ്കിലും എഴുതാം, AB എന്ന് വേണമെങ്കിലും എഴുതാം. അപ്പം നമുക്ക് ഇനി AB കണ്ടുപിടിക്കണം. AB അങ്ങോട്ട് ക്രോസ് ചെയ്യാം, √3 ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. AB അങ്ങോട്ട് ആകുമ്പോൾ AB ഈക്വൽ ടു √3 ഇങ്ങോട്ട് വന്ന് √3x എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ABക്ക് 2 ഇക്വേഷൻ കിട്ടി. ABC x + 12/√3 കിട്ടി. AB ഈക്വൽ ടു √3x കിട്ടി. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും സെയിം ആണ്, AB ആണ്. റൈറ്റ് ഹാൻഡ് സൈഡും അപ്പോൾ ഈക്വൽ ആയിരിക്കും. ഈ റൈറ്റ് ഹാൻഡ് RHS രണ്ടും കൂടെ ഈക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. ആ എക്സിന്റെ വാല്യൂ എടുത്ത് ഇവിടുത്തെ ഇക്വേഷൻ ഈ പടത്തിൽ ഈ 12 + x എക്സിന്റെ സ്ഥാനത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഹൈറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യാം. റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് x + 12 ഡിവൈഡഡ് ബൈ √3 ഈക്വൽ ടു √3x. ഓക്കെ അല്ലേ? x + 12 ഡിവൈഡഡ് ബൈ √3 √3x. ഈ √3നെ അങ്ങോട്ട് ക്രോസ് ചെയ്യാം. x + 12 ഈക്വൽ ടു √3 അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ √3 × √3x. ഓക്കെ അല്ലേ? അപ്പം x + 12 √3 × √3 3x. ഓക്കെ അല്ലേ? √3² 3. അപ്പം നമുക്ക് ഈ എക്സിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പം 12 ഈക്വൽ ടു 3x - x. അതായത് 3x - x 2x = 12 ഇംപ്ലൈസ് x = 12 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 6. എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 6 മീറ്റർ എന്ന് കിട്ടി. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? വാട്ട് ഈസ് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്? Therefore height of the building equal to 12 plus x equal to 12 plus 6 is. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദ ബോയ്? അതായത് ഈ ബിൽഡിങ്ങും ബോയിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അതായത് AB ആണ് കണ്ടുപിടിക്കാനുള്ളത്. AB കണ്ടുപിടിക്കാൻ നമുക്കിവിടെ ABക്ക് 2 ഇക്വേഷൻ ഉണ്ടായിരുന്നു. x + 12/√3 ഉണ്ടായിരുന്നു, √3x ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ചൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഇതല്ലേ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ABയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സി ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് ആയതുകൊണ്ട് AB ഈക്വൽ ടു √3x അല്ലേ? ഈക്വൽ ടു √3 × x എത്ര കിട്ടും? x = 6 അല്ലേ? 6. Therefore AB ഈക്വൽ ടു 6 √3 മീറ്റർ എന്ന് കിട്ടി. ഇതിനാണെങ്കിൽ √3യുടെ വാല്യൂ എത്ര? 1.73 ഇട്ട് കൊടുക്കുക. 6 × 1.73 ഈക്വൽ ടു 10.38 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ABയുടെ ലെങ്ത് കിട്ടി, ഈ ഡിസ്റ്റൻസും കിട്ടി, ഹൈറ്റും കിട്ടി. സംഭവം എല്ലാം പടം വരച്ച് സംഭവം എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ 4th ക്വസ്റ്റ്യൻ വേറെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരിത്തിരി ഒന്ന് ചിന്തിക്കുന്ന, കുറച്ച് ചെറുതായിട്ടൊന്ന് ഏതോ പാട്ട് CO ഇല്ലാണ്ടോ കുറച്ച് അന്ന് സിമ്പിളാണ് സംഭവം. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, എ റോപ്പ് ഓഫ് ലെങ്ത് 40 meter ഈസ് കട്ട് ഇൻ ടു 2 pieces. A rope of length 40 meter is cut into 2 pieces and 2 squares are made on the floor with them. അതായത് ഒരു 40 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റോപ്പിനെ 2 പീസാക്കി മാറ്റി. എന്നിട്ട് അത് 2 squares are made on the floor with them. ഈ 2 പീസ് ഉപയോഗിച്ച് ഒരു 2 സ്ക്വയർ ഉണ്ടാക്കി. ഇത് ഫസ്റ്റ് പീസ് വെച്ചുണ്ടാക്കിയ സ്ക്വയർ, ഇത് കുറച്ച് വലിയ സ്ക്വയർ, സെക്കൻഡ് പീസ് വെച്ചുണ്ടാക്കിയ സ്ക്വയർ. ഓക്കെ, ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡിനെ നമ്മൾ A1 ആയിട്ട് എടുത്ത്, സ്മോൾ ലെറ്റർ A1. വലിയ സ്ക്വയറിന്റെ ഒരു സൈഡിനെ സ്മോൾ ലെറ്റർ A2 ആയിട്ട് എടുത്ത്.
ഇനി ബാക്കി സം ഓഫ് ദ ഏരിയാസ് എൻക്ലോസ്ഡ് ഈസ് 58 മീറ്റേഴ്സ്. അതായത് ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയ പ്ലസ് വലിയ സ്ക്വയറിന്റെ ഏരിയ ഈസ് ഈക്വൽ ടു 58 മീറ്റർ സ്ക്വയർ ആണ്. അപ്പം ഒരു സ്ക്വയറിന്റെ ഏരിയ ഒരു സൈഡ് എ ആണെങ്കിൽ ആ സ്ക്വയറിന്റെ ഏരിയ പറഞ്ഞാൽ എ സ്ക്വയർ അല്ലേ. അപ്പം A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 58 മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് അവർ തന്നിട്ടുള്ള സംഭവമാണത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ലെങ്ത് ഓഫ് ദ വൺ പീസ്, ഇത് വെറും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ലെങ്ത് ഓഫ് ദ വൺ പീസ് ഈസ് ടേക്കൺ ആസ് എക്സ്. ഒരു ഫസ്റ്റ് പീസിനെ നമ്മൾ ലെങ്ത് അവർ തന്നിട്ടുണ്ട് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ പീസ്? ടോട്ടൽ ലെങ്ത് എത്ര? 40 അല്ലേ. കുറച്ച് ഇപ്പൊ ഈ ടോട്ടൽ ലെങ്ത് 40 ആണെങ്കിൽ ഇത്രയും എക്സ് ആണെങ്കിൽ ബാക്കി ലെങ്ത് ടോട്ടൽ ലെങ്ത് 40 ആണെങ്കിൽ ഇത്രയും എക്സ് ആണെങ്കിൽ ബാക്കി എത്ര? 40 മൈനസ് എക്സ്. അപ്പം സെക്കൻഡ് പീസിന്റെ ലെങ്ത് എത്ര? സെക്കൻഡ് പീസ് 40 മൈനസ് എക്സ് അല്ലേ. 2 പീസ് അല്ലേ ആക്കുന്ന. ഫസ്റ്റ് പീസ് എക്സ് ആണെങ്കിൽ സെക്കൻഡ് പീസ് 40 മൈനസ് എക്സ്. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയേഴ്സ്? അതായത് ആ സ്ക്വയറിന്റെ സൈഡ്സിന്റെ ലെങ്ത് ഇവിടെ കാണിച്ചു തരാം. നമ്മളൊരു ഫുൾ ലെങ്ത് ഇത്ര എക്സ് ആയിരുന്നു, ഇത്രയും 40 മൈനസ് എക്സ് ആയിരുന്നു. ഈ എക്സിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വരച്ച് ഇത് എക്സ്, ഇത് 40 മൈനസ് എക്സ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ വെച്ചുകൊണ്ട് സ്ക്വയർ ഉണ്ടാക്കി. അപ്പം ഇത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ P1 അല്ലേ എക്സ് മീറ്റർ തന്നെ. ഇത് വെച്ച് ഒരു സ്ക്വയർ ഉണ്ടാക്കി. സ്ക്വയർ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇവിടത്തെയും പെരിമീറ്റർ P2 അല്ലേ, 40 മൈനസ് എക്സ് മീറ്റർ അല്ലേ. ഈ ടോട്ടൽ ഈ ഫുൾ ലെങ്ത് അല്ലേ ഈ മടക്കി ഇത്രയും ആക്കി വെച്ചേക്കുന്നത്. അപ്പൊ ഈ പെരിമീറ്റർ അല്ലേ ഇത് തന്നെ. അപ്പം നമ്മൾ ആ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എന്തുവായിരുന്നു? പെരിമീറ്റർ P4A അല്ലേ എന്നാ. ഏരിയ A ഈക്വൽ ടു A സ്ക്വയർ ആയിരുന്നു. പെരിമീറ്റർ P ഈക്വൽ ടു 4A അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയേഴ്സ്? സൈഡ് ഓഫ് ഫസ്റ്റ് സ്ക്വയർ. ഇവിടത്തെ ഈ ചെറിയ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ P ഈക്വൽ ടു 4A ആണ്. അതായത് ഈ 4A എന്ന് പറയുന്ന സാധനം പറഞ്ഞാൽ ഈ XL ഈക്വൽ ടു XL. അപ്പം നേരത്തെ നമ്മൾ ഒരു സൈഡ് എന്തോ കൊടുത്തത് A1 എന്നല്ല കൊടുത്തത്. അപ്പൊ A1 ഈസ് ഈക്വൽ ടു X/4. ഇത് ഫസ്റ്റ് സ്ക്വയറിന്റെ ഒരു സൈഡ്. ഇനി അടുത്ത സെക്കൻഡ് സ്ക്വയറിന്റെ കേസ് വരുമ്പോഴത്തേക്ക് അവിടുത്തെ പെരിമീറ്റർ എത്രയായിരുന്നു? P2 ഈസ് ഈക്വൽ ടു 40 മൈനസ് എക്സ് മീറ്റർ അല്ലേ. 40 മൈനസ് എക്സ് മീറ്റർ അല്ലേ. ഈ 40 മൈനസ് എക്സ് മീറ്റർ എന്ന് പറയുന്നത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4A2 അല്ലേ. സാധാ പെരിമീറ്ററിന്റെ ഇക്വേഷൻ 4A2 അല്ലേ. therefore A2 is equal to 40 minus x divided by 4 കിട്ടി. നോക്കട്ടെ, ഇത് മീറ്റർ. അപ്പം ആ രണ്ട് സ്ക്വയറിന്റെയും ഓരോ സൈഡ്, രണ്ട് സ്ക്വയറിന്റെ സൈഡ് ഉണ്ട്. ഓരോ സൈഡല്ല ഈക്വൽ ആണ്. രണ്ട് സ്ക്വയറിന്റെ സൈഡ് ഉണ്ട് നമ്മൾ. ഒരു ഫസ്റ്റ് സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ x/4 ആണ്. സെക്കൻഡ് സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ 40 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 4 ആണ്. ഓക്കെ, ഇനി നമുക്ക് സി പാർട്ടിലോട്ട് പോവാം. റൈറ്റ് ദ ഗിവൺ ഫാക്ട് അബൌട്ട് ദ ഏരിയ ആസ് ആൻ ആൽജിബ്രായിക് ഇക്വേഷൻ. ഏരിയ ഒരു ആൽജിബ്രായിക് ഇക്വേഷൻ ആയിട്ട് എടുത്തുകൊണ്ട് അവിടുത്തെ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതായത് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ ഈക്വൽ ടു 58 മീറ്റർ സ്ക്വയർ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. A1ന്റെ A2ന്റെ വാല്യൂ എടുത്തിട്ട് കൊടുത്താൽ മതി. A1 എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫസ്റ്റ് സ്ക്വയറിന്റെ ഒരു സൈഡ് എത്ര? സൈഡ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചില്ലേ, x/4. അപ്പൊ x/4 ദ ഹോൾ സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ എത്ര? A2 എന്തുവാ? 40 മൈനസ് x/4 അല്ലേ. 40 മൈനസ് x/4 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 58 കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. അതാണ് അവർ ചോദിച്ചേക്കുന്നത്. അതാണ് അവിടുത്തെ ആൽജിബ്രായിക് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എടുക്കാം A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 58 തന്നെ. A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ ഇത് 58. A1 എന്ന് പറഞ്ഞാൽ x/4 ആണ്. x/4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 40 മൈനസ് x/4. 40 അല്ലേ, 40 അല്ലേ, 40 ആണ്. 40 മൈനസ് x/4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 58 എന്ന് കിട്ടും ഇല്ലേ. എന്നിട്ട് ഇതിന്റെ സ്ക്വയർ എടുക്കാൻ മാത്രം കിട്ടി. എക്സ് സ്ക്വയർ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. നമ്മൾ ഇവിടെ രണ്ടിടത്തും ഡിവൈഡ് ബൈ 4 അല്ലേ. ഡിനോമിനേറ്റർ രണ്ട് സെയിം അല്ലേ. അപ്പം നമുക്ക് ആഡ് ചെയ്തുകൂടി. ഡിനോമിനേറ്റർ രണ്ട് സെയിം ആണ് അല്ലേ. എക്സ് സ്ക്വയർ അല്ലെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 4 സ്ക്വയർ പ്ലസ് 40 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 58 അല്ലേ. ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലെ സ്ക്വയർ അല്ലേ.
അപ്പോൾ ഈ ഡിനോമിനേറ്റർ രണ്ടും സെയിം അല്ലേ, ന്യൂമറേറ്റർ രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതിയാൽ പോരെ. എക്സ് സ്ക്വയർ പ്ലസ് 40 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 സ്ക്വയർ ഈക്വൽ ടു 58. ഈ 4 സ്ക്വയറിനെ അങ്ങോട്ട് ക്രോസ് ചെയ്തുകൂടെ, ഇതിനെ ഇലാബറേറ്റ് ചെയ്തുകൂടെ. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ദി എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോം അല്ലേ. അപ്പം എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 58 ഇൻറ്റു ഇതിനെ അങ്ങോട്ട് ക്രോസ് ചെയ്തുകൂടെ. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. അപ്പം എക്സ് സ്ക്വയർ 40 സ്ക്വയർ 4 സ്ക്വയർ 16 2 0. ഓക്കെ, മൈനസ് 2 ഇൻറ്റു 40 80 മൈനസ് 80 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 58 ഇൻറ്റു 16 928. ഓക്കെ, ഇത്രയൊക്കെ അല്ലേ. ഇനി നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ മൈനസ് 80x പ്ലസ് 1600 മൈനസ് 928 ഈക്വൽ ടു 0 കിട്ടിയില്ലേ. ഇനി നമുക്ക് ഈ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കാൻ വേണ്ടി ത്രൂ ഔട്ട് ഒരു 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, എക്സ് സ്ക്വയർ മൈനസ് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 40x പ്ലസ് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് മൈനസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാൻ കേട്ടോ. 1600 മൈനസ് 928 എന്ന് പറയുന്നത് എത്ര, 672 കിട്ടുന്നത്. 672 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 336 കിട്ടും. 336 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് അവിടുത്തെ ഇക്വേഷൻ. ഇത് അവിടുത്തെ ആൾജിബ്രായിക് ഇക്വേഷൻ. റൈറ്റ് ദ ഗിവൺ ഫാക്ട് അബൌട്ട് ദ ഏരിയ അസ് ആൻ ആൾജിബ്രായിക് ഇക്വേഷൻ. ഏരിയനെ നമ്മൾ ആൾജിബ്രായിക് ഇക്വേഷൻ ആക്കി എടുത്ത ഫോമാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് ഡി ക്വസ്റ്റ്യൻ, ഡി പാർട്ട്. ഡി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്. ആ ഓരോ പീസിന്റെയും ഈ എക്സ് ആയിട്ടുള്ള പീസിന്റെയും 40 മൈനസ് എക്സ് ആയിട്ടുള്ള പീസിന്റെയും ലെങ്ത് കണ്ടുപിടിക്കണം. അത് നമ്മൾ എക്സ് കണ്ടുപിടിച്ചാൽ പോരെ. ഓക്കെ, എക്സ് കണ്ടുപിടിച്ച് സിമ്പിളായിട്ട് കിട്ടൂലേ. അപ്പം എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെ ഈ ഒരു ഇക്വേഷൻ, നമ്മളെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, അവിടുത്തെ ഏരിയ വെച്ച് സിംപ്ലിഫൈ ചെയ്ത് ഏരിയ വെച്ച് ചെയ്ത് കിട്ടി നമുക്ക് ആൾജിബ്രായിക് ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. 40x സ്ക്വയർ മൈനസ് 40x പ്ലസ് 33 36 ഈക്വൽ ടു 0 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എക്സിന് 2 വാല്യൂ കിട്ടും. ഫാക്ടറൈസ് ചെയ്യാൻ ഏത് ഇക്വേഷൻ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. അല്ലാതെ സമ്മ് മൈനസ് 40യും പ്രോഡക്റ്റ് 336ഉം വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിട്ട് ചെയ്യണം. ഇതിനകത്താകുമ്പം എയുടെ വാല്യൂ എത്ര, എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു മൈനസ് 40, സി ഈക്വൽ ടു 336 336. ഓക്കെ, അപ്പം നമുക്ക് ഈ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ എടുത്ത് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി മൈനസ് ഓഫ് മൈനസ് 40 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 40 ദ ഹോൾ സ്ക്വയർ മൈനസ് 4, സോറി ഇവിടെ എ ഉണ്ട് കേട്ടോ, 4a ഇൻറ്റു എ ഇൻറ്റു സി. സി എത്ര, 336. ഓക്കെ, റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഓക്കെ അല്ലേ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 40 പ്ലസ് ഓർ മൈനസ് 40 മൈനസ് 40 ഹോൾ സ്ക്വയർ 1600. ഓക്കെ, മൈനസ് 4 ഇൻറ്റു 336 1344. ഓക്കെ, ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ. ഇസ് ഈക്വൽ ടു 40 പ്ലസ് ഓർ മൈനസ് 256 കിട്ടും. റൂട്ട് ഡിവൈഡഡ് ബൈ 2. 256ന്റെ റൂട്ട് എന്ന് പറയുന്നത് 16 ഈസ് ഈക്വൽ ടു 40 പ്ലസ് ഓർ മൈനസ് 60 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ എക്സിന് 2 വാല്യൂ കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 40 പ്ലസ് 16 ഡിവൈഡഡ് ബൈ 2. എക്സ് ഈസ് ഈക്വൽ ടു 40 മൈനസ് 16 ഡിവൈഡഡ് ബൈ 2. ഇത് ചെയ്യുമ്പോഴത്തേക്ക് 40 പ്ലസ് 16 56 ഡിവൈഡഡ് ബൈ 2 28. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 40 മൈനസ് 16 എത്ര, 24 ഡിവൈഡഡ് ബൈ 2 12. അപ്പം എക്സിന് 2 വാല്യൂ കിട്ടി, 28 കിട്ടി 12 കിട്ടി. 28 കിട്ടി 12 കിട്ടി. അപ്പം ടോട്ടൽ ലെങ്ത് 40 ആയിരുന്നൊരു ടോട്ടൽ ലെങ്ത് 40 ആയിരുന്നു. ഇവിടെ എക്സ് വെച്ച് കട്ട് ചെയ്ത് ഇവിടെ ഇത് ലെങ്ത് 40 മൈനസ് എക്സ് ആണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എക്സിന്റെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു 28 കൊടുത്താൽ 40 മൈനസ് ഫസ്റ്റ് സെക്ഷൻ എക്സ് ഈസ് ഈക്വൽ ടു 40 എക്സ് ഈസ് ഈക്വൽ ടു 28 കൊടുത്താൽ നമുക്ക് ആ സെക്കൻഡ് സെക്ഷൻ എന്ന് ഞാൻ പറഞ്ഞത് ഈ ബാക്കിയുള്ള സെക്കൻഡ് ഭാഗം, ഇത് ഫസ്റ്റ് ഭാഗം. സെക്കൻഡ് സെക്ഷൻ
എന്ന് പറയുന്നത് 40 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 40 മൈനസ് 28 ഈക്വൽ ടു 12 എന്ന് കിട്ടും, 12 മീറ്റർ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ എക്സിന് നമുക്ക് ഏതും കൊടുക്കാം, 12 കൊടുക്കാം. 12 മീറ്റർ കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും. ഇത് സെക്കൻഡ് സെക്ഷൻ, ഇത് ഫസ്റ്റ് സെക്ഷൻ ആണേ. സെക്കൻഡ് എന്ന് പറയുന്നത് 40 മൈനസ് എക്സ്, അതായത് 40 മൈനസ് 12 ഈസ് ഈക്വൽ ടു 28 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ 28 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് സെക്ഷൻ 12 ആയിട്ട് കിട്ടും. ഫസ്റ്റ് സെക്ഷൻ 12 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് സെക്ഷൻ 28 ആയിട്ട് കിട്ടും. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും സെയിം അല്ലേ? ഈ ഭാഗം 12 ആണെങ്കിൽ ഇത് 28 അല്ല, ഇതിപ്പം 28 ആയിട്ട് മുറിക്കുന്നെങ്കിൽ ഇത് ബാക്കി ഭാഗം 12, രണ്ടും ഒന്നല്ലേ? അപ്പം രണ്ട് സെക്ഷൻ, ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് സൈഡ്, ലെങ്ത് ഓഫ് ഫസ്റ്റ് പീസ് എന്ന് കൊടുക്കാമല്ലോ, നമ്മൾ കട്ട് ചെയ്തേര്. ഫസ്റ്റ് പീസ് ഈസ് ഈക്വൽ ടു 12 മീറ്റർ, ലെങ്ത് ഓഫ് സെക്കൻഡ് പീസ് ഈക്വൽ ടു 28 മീറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി കുറച്ച് ദിവസം കൂടെ ചെയ്യാത്തത് വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ് ബാക്കിയും കൂടെ ചെയ്യാത്തത്. ഇത് 2018 ചോദിച്ച മെയിൻ SSLC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 4 അത്യാവശ്യം വരാൻ സാധ്യതയുള്ള ഒരു 4 ക്വസ്റ്റ്യൻസ് ആണിത് ഇപ്പം നമ്മൾ ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും, അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും. ഇപ്പം തന്നെ വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ട്. ഓവർ ലെങ്ത് ആയാൽ പിന്നെ കാണാനും മടുപ്പില്ല, അതുകൊണ്ടാണ് ഇത്ര ലെങ്തിൽ നിർത്തുന്നത്. അടുത്ത പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവർക്ക് ബൈ.